ഉപ്പുവിളക്കിനെ കുറിച്ച് ഒരുപാട് വീഡിയോസ് ഇപ്പോൾ വരുന്നുണ്ട് അല്ലേ? ഒരുപാട് പേര് പറയുന്നുണ്ട് ഉപ്പുവിളക്കിനെ കുറിച്ച്. ഞാനിപ്പോഴാണ് ഇത് ശ്രദ്ധിച്ചത് എന്താ സംഭവം എന്നുള്ളത്. അപ്പോൾ ഉപ്പുവിളക്ക് പലരും ഉപ്പിൻ്റെ മുകളിൽ വിളക്ക് കത്തിച്ച് വെക്കുന്നു, സാമ്പത്തിക തടസ്സം മാറുന്നു, പ്രശ്നങ്ങൾ ഒഴിയുന്നു, ഐശ്വര്യമുണ്ടാകുന്നു, ഇങ്ങനെയൊക്കെ പറഞ്ഞ പല വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട്. അറ്റ് ഫസ്റ്റ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, വേ ഫ്രം ഇറ്റ്സ് ഒറിജിൻ. ഈ ഒരു സംഭവം എവിടെ നിന്നാണ് ഇത് വന്നത്, ഇത് ആരാണ് ഇപ്പോഴത്തെ കാലത്ത് ഇത് ആരെങ്കിലും ഉണ്ടാക്കിയതാണോ? അതിന് പിന്നിൽ ഒരു ചരിത്രമുണ്ട്, ഒരു കഥയുണ്ട്. അതെന്താണ് എന്ന് കൂടി മനസ്സിലാക്കിയിട്ട് വേണം. അത് ചെയ്യേണ്ട ഒരു രീതിയുണ്ട്. ചുമ്മാതെ ഉപ്പിൻ്റെ വേണ്ടി വിളക്ക് കത്തിച്ച് വെച്ചിട്ട് കാര്യമില്ല. അപ്പോൾ ഇതെന്താണ് സംഭവം എന്ന് അറിഞ്ഞ് ചെയ്യുമ്പോഴാണ്, ചെയ്യേണ്ട രീതിയിൽ ചെയ്യുമ്പോഴാണ് ഇത് പൂർണ്ണമായിട്ടുള്ള ഇതിനൊരു ഫലം ലഭിക്കുന്നത്. ഇപ്പോൾ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഞാനിങ്ങനെ ഉപ്പുവിളക്ക് കത്തിക്കുമ്പോൾ ലക്ഷ്മി ദേവിയുടെ വാസം അവിടെ ഉണ്ടാവും. അപ്പോൾ അതിനനുസൃതമായിട്ട് നമുക്ക് ഈ പറയുന്ന ലാഭമുണ്ടാകും, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മെച്ചമുണ്ടാകുമെന്ന് പറയുന്നുണ്ട്. ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ഏത് ദീപം കത്തിച്ചാലും അവിടെ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ഉണ്ടായിരിക്കും. അതിനുവേണ്ടിയാണ് നമ്മൾ ദീപം തെളിയിക്കുന്നത് അല്ലേ? ഞാൻ പറഞ്ഞിട്ടുണ്ട്, സൂര്യനോടുള്ള സ്മരണാർത്ഥമാണ്, അല്ലെങ്കിൽ അതിനോടുള്ള ഒരു കൃതജ്ഞതയാണ്, അതിനോടുള്ള ബഹുമാന സൂചകമാണ്, ആദര സൂചകമാണ്. ഇങ്ങനെയൊക്കെ നമുക്ക് പറയാം ദീപം തെളിയിക്കുക എന്ന് പറയുന്നത്. അതാണ് സന്ധ്യ നേരത്തെ ഇത് തെളിയിക്കുന്നത്. അപ്പോൾ ലക്ഷ്മി ദേവി അത് എവിടെ തെളിയിക്കുന്നു അവിടെ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ഉണ്ടാകുമെന്നും നമുക്കറിയാവുന്ന കാര്യമാണ് അല്ലേ? ഹൈന്ദവ പുരാണം അനുസരിച്ച്. ഇവിടെ എന്താണ് ഉപ്പുവിളക്ക് എന്ന് പറയുന്നതിന് മുമ്പ് മറ്റൊരു കാര്യം കൂടെ പറയാം. ഹിമാലയൻ സോൾട്ട് ലാമ്പ് എന്ന് പറയുന്ന ഒരു സാധനം മേടിക്കാൻ കിട്ടും. ഈ സോൾട്ട് കൊണ്ട് ഉണ്ടാക്കിയ ഒരു വിളക്കാണ്. ഇതിനകത്ത് ബൾബ് വെച്ച് കത്തിക്കാൻ പറ്റും. ഓൺലൈനിലൊക്കെ മേടിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. ഇത് വാങ്ങിച്ച് വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നെഗറ്റീവ് എനർജി കുറയുകയും ആ പ്രദേശത്ത് ഒരു പോസിറ്റീവ് വൈബ് ക്രിയേറ്റ് ചെയ്യും. അതിനകത്തോട് ഉണ്ടാകുന്ന വെളിച്ചം നമുക്ക് നമ്മുടെ മാനസികമായിട്ട്, ഒരു പിങ്ക് കളറാണ് അതിനകത്ത് വരുന്നത് കേട്ടോ. ആ കളറിന് നമ്മുടെ മാനസികമായിട്ട് ഒരു സന്തോഷം, ഒരു പ്ലസന്റ് മൂഡ് തരാനൊക്കെ സാധിക്കും. ഇതാണ് ഇതിനകത്ത് പ്രധാനമായിട്ടുള്ളത്. അതാണ് ശരിക്കും പറഞ്ഞാൽ ഉപ്പുവിളക്ക് എന്ന് പറയുന്നത്. ഇവിടുത്തെ ഉപ്പുവിളക്ക് ഇതല്ല. അതിനു മുമ്പ് എന്താണ് ഉപ്പുവിളക്ക് എന്നൊന്ന് പറഞ്ഞു തരാം. അതിനൊരു ചരിത്രമുണ്ട്. നമസ്തേ, രുദ്രധാര ഉപ്പ് വിളക്ക്. ശരിക്കും ഇതിന്റെ ആരംഭം, ഇതിന്റെ ഉദയം എന്ന് പറയുന്നത് ദ ഏൻഷ്യന്റ് തമിഴകം അഥവാ പുരാതന തമിഴകത്താണ്. അവിടെ തിണകൾ എന്ന് പറയുന്ന ഒരു വിഭാഗം ഉണ്ടായിരുന്നു. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, ഐന്തിണ എന്നാ പറയുന്നത്. കുറിഞ്ചി, മുല്ലൈ, പാലൈ, മരുതം, നെയ്തൽ, ഇങ്ങനെ 5 തിണകൾ ഉണ്ടായിരുന്നു. അതില് ഏറ്റവും പ്രധാനപ്പെട്ട 3 തിണകളെ കുറിച്ച് പറയുന്നുണ്ട്. ഒന്ന് നെയ്തൽ, മറ്റൊന്ന് മുല്ലേ, മറ്റൊന്ന് കുറിഞ്ചി. നെയ്തൽ, മുല്ല, ഈ 3 പ്രധാനപ്പെട്ട തിണകൾ. പിന്നെ വരുന്നത് മരുതവും പാലയുമാണ്. ഇതിനകത്ത് ഈ 5 തിണകളിനകത്ത് ഏറ്റവും മോശപ്പെട്ട തിണ എന്ന് പറയുന്നത് പാല എന്ന് പറയുന്ന സ്ഥലമാണ്. കാരണം അവിടെ പാലയല്ല, കോട്ടയത്തെ പാലയല്ല, അതിൽ നിന്ന് പരിണമിച്ചുണ്ടായത് ആ പേര് കേട്ടോ. നെയ്തൽ പരിണമിച്ചുണ്ടായ പേരാണ് നെയ്യാറ്റിൻകര എന്നൊക്കെ പറയുന്നത്. കാലാന്തരത്തിൽ മാറ്റം, ഗ്രാജുവലി മാറ്റം ഉണ്ടായി. അപ്പോൾ ഈ പാല എന്ന് പറയുന്ന പ്രദേശം മോശമാണെന്ന് പറയാൻ കാര്യം പാഴ്ഭൂമിയാണ്. മാത്രമല്ല അവിടെ ഉള്ളവർക്ക് പ്രധാനപ്പെട്ട ജോലി മോഷണമാണ്. അവർ കള്ളർ ആണ് അല്ലേ? കള്ളരെന്ന് പറയും അല്ലേ? മോഷ്ടാക്കൾ എന്ന് പറയും. അപ്പോൾ അതാണ് അവരുടെ ജോലി എന്ന് പറയുന്നത്. ജോലിയാണ് അവരുടെ. കാരണം അവിടെ ഒന്നും പ്രത്യേകിച്ച് വിളയത്തില്ല, മറ്റുള്ളവരുടെ മോഷ്ടിക്കുക എന്നുള്ളതേ ഉള്ളൂ. കുറിഞ്ചി മലമ്പ്രദേശമാണ്. മല അല്ലേ? കുറിഞ്ചി മല കേട്ടിട്ടില്ലേ? എല്ലാവരും പോകുഞ്ചു കുറിഞ്ചി മലയിലും, ആ പാട്ട് കേട്ടിട്ടില്ലേ? അപ്പോൾ കുറിഞ്ചി എന്ന് പറയുന്നത് മലമ്പ്രദേശമാണ്. അവിടെ പലതരത്തിലുള്ള കൃഷി ഉണ്ടായിരുന്നു. എന്തായിരുന്നു അറിയാം? അവിടുത്തെ പ്രധാനപ്പെട്ട കൃഷി എന്ന് പറയുന്നത് മഞ്ഞൾ ആയിരുന്നു. മഞ്ഞൾ. നെയ്തല് അറിയാം, തീരപ്രദേശമാണ് നെയ്തൽ. അവിടെ മീൻപിടുത്തം ഉണ്ടായിരുന്നു. ഉപ്പ് ഉണ്ടാക്കുന്ന പരിപാടി ഉണ്ടായിരുന്നു. ഉപ്പ് നിർമ്മാണം എന്ന് പറയും. ഉപ്പളങ്ങൾ ഉണ്ടായിരുന്നു. ഉപ്പളങ്ങൾ, സാൾട്ട് പാൻസ് എന്ന് പറയും. അപ്പോൾ അതാണ് അവിടെ പ്രധാനമായിട്ടുള്ളത്. പിന്നുള്ളത് ഞാൻ പറഞ്ഞു. പിന്നെ ഏതാണ് വരുന്നത്? മുല്ല എന്ന് പറയുന്ന പ്രദേശമുണ്ട്. അവിടെ എള്ളിൻ്റെ ഉൽപ്പാദനം ഉണ്ടായിരുന്നു. മുല്ലയിൽ എള്ള് കൃഷി ഉണ്ടായിരുന്നു. മരുതം എന്ന് പറയുന്ന പ്രദേശത്ത് ഇതൊക്കെ വ്യാപാരവും മറ്റു കാര്യങ്ങളും ഒക്കെ നിലനിന്നിരുന്ന ഒരു പ്രദേശമാണ്. ഇതിൻ്റെ ഒരു സ്ട്രക്ചർ ഇതാണ്, ഒരു ഘടന ഇതാണ്. അങ്ങനെ ഇരുന്ന സമയത്താണ് കുറിഞ്ചി എന്ന് പറയുന്ന പ്രദേശത്തു നിന്നുള്ളവരുടെയും മുല്ല എന്ന് പറയുന്ന പ്രദേശത്തു നിന്നുള്ളവരുടെയും ഒക്കെ സമ്പത്തിന് ഇടിവുണ്ടാകുന്നു. പ്രധാനമായിട്ടും മുല്ല പ്രദേശത്തുള്ളവർക്ക്
അവരുടെ സമ്പത്ത് ചോർന്നു പോകാൻ തുടങ്ങി. മോഷ്ടാക്കളിൽ നിന്ന്, ഞാൻ പറഞ്ഞ പാലയിലെ മോഷ്ടാക്കളിൽ നിന്ന് ചോർന്നു പോകുന്നു, വ്യാപാര സ്ഥലത്ത് നിന്നുണ്ടാകുന്ന പ്രശ്നങ്ങളിൽ ചോർന്നു പോകുന്നു, പലതരത്തിൽ. അവർ ഇച്ചിരി സാമ്പത്തികമായിട്ട് ഇച്ചിരി മുമ്പിൽ നിൽക്കുന്നവരാണ്. അതവർക്ക് ഇങ്ങനെ നശിച്ചു പോകുന്നു എന്ന് വന്നപ്പോൾ അന്ന് കണ്ടെത്തിയ ഐതരണി വിഭാഗത്തിൽപ്പെടുന്നവർ കണ്ടെത്തിയ മാർഗമാണ്, അവർ പൂജിച്ചിരുന്നത് മലദൈവങ്ങളെയായിരുന്നു. മലദൈവങ്ങളെ പൂജിച്ചപ്പോൾ അന്നത്തെ കാലഘട്ടത്തിൽ ഈ പറയുന്ന ജ്ഞാനികൾ ഉണ്ടായിരുന്നു. ഏതൊരു കാലഘട്ടത്തിൽ ഉണ്ടാവുമല്ലോ. ആ ജ്ഞാനമുള്ളവർ, അതീന്ദ്രിയമായിട്ടുള്ള ജ്ഞാനമുള്ളവർ ഇതിനെക്കുറിച്ച് പഠനം നടത്തി, സ്റ്റഡി നടത്തി, അല്ലെങ്കിൽ ഗവേഷണം ചെയ്തെന്ന് തന്നെ പറയാം. പ്രകൃതി ആരാധിച്ചു. നമ്മുടെ ആരാധന സമ്പ്രദായം തന്നെ ആരംഭിക്കുന്നത് പ്രകൃതിയിൽ നിന്നുമാണ്, അല്ലെ? ഭയത്തിൽ നിന്നുമാണ്. ഭയ, ഭക്തി, ബഹുമാനം എന്നൊക്കെ കേട്ടിട്ടില്ലേ? ഭയത്തിൽ നിന്നാണ് ഭക്തി ഉണ്ടായത്. നമുക്ക് ഭയം തോന്നി എന്തിനെയാ? കാറ്റിനെ. നമുക്ക് ഭയം തോന്നി ഇടിമിന്നലിനെ. ആരാധിച്ചു, എല്ലാത്തിനെയും ആരാധിച്ചു. ആദ്യം ആരാധിക്കുന്നത് തന്നെ പശുപതിയാണ്, ശിവനെയാണ്. അപ്പോൾ അങ്ങനെ അവർ പ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ട് പ്രകൃതി ആരാധന നടത്തി ഉപ്പിനെയും മഞ്ഞളിനെയും ആരാധിച്ചു. അവിടെ നിന്നുണ്ടായതാണ് ഉപ്പ് വിളക്ക് സമ്പ്രദായം. എവിടെ? മുല്ലയിലെ എള്ള് കൃഷി ചെയ്യുന്ന നാട്ടിൽ നിന്നും എന്തുണ്ടായി? ഉപ്പ് വിളക്കുണ്ടായി. ഇത് ഏത് ദിവസമാണ്? വെള്ളിയാഴ്ച ദിവസം വീഡിയോയിൽ പറയുന്നത് കേട്ടു. ചുമ്മാതെ എന്താ വെള്ളിയാഴ്ച മഹാലക്ഷ്മിയുടെ ആണല്ലോ, ചൊവ്വയും വെള്ളി, അങ്ങനെ തട്ടിയതാ, കാര്യമാക്കണ്ട. ഇനി എങ്ങനെയാണ് ഇത് മഹാലക്ഷ്മിയെ വിളിച്ചു വരുത്തുന്നതാണ്. ഞാൻ പറഞ്ഞു, ദീപം തെളിയിക്കുമ്പോൾ അവിടെ മഹാലക്ഷ്മി ഉണ്ട്. ആ ദീപം എങ്ങനെ തെളിയിക്കണം? ഏതൊരു ദിവസവും സന്ധ്യാനേരത്ത്. ഇത് എത്ര ദിവസം എന്ന് പറയപ്പെടുന്നു? 21 ഡേയ്സ് ആണ്. 21 ഡേയ്സ് സ്ഥിരമായിട്ട്, തുടർച്ചയായിട്ട്. ഇതെന്താണെന്നറിയാമോ 21 ദിവസം എന്ന് പറയാൻ കാരണം? എന്തായിരിക്കും? 3 ആഴ്ച. 4ാമത്തെ ആഴ്ച സ്ത്രീക്ക് ഇത് വെക്കാൻ പറ്റുമോ? ഇല്ല. എന്താ കാര്യം? നമുക്കറിയാം. പിന്നീടുള്ള ഒരു 7 ദിവസം പോയി കിട്ടും, അല്ലെ 8-9 ദിവസം. നോക്കി, 9 ദിവസം കാൽക്കുലേറ്റ് ചെയ്യും, പോയി ഒരു മാസത്തില്. അതാണ് ഈ 21 ദിവസം പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇത് ശുദ്ധവും വൃത്തിയായിട്ട് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ എന്നുള്ള കാര്യം നമുക്ക് അതിനകത്ത് അനുമാനിക്കാം. അല്ലാതെ ഇത്രയും ദിവസത്തിനൊരു കണക്കുണ്ട് അങ്ങനെയല്ല. ആണുങ്ങൾക്കൊന്നും 21 ദിവസമേ പറ്റത്തുള്ളൂ. ആണുങ്ങൾക്ക് ഇത് വയ്ക്കാം. എന്തൊരു കാര്യം പറഞ്ഞാലും അത് കുറച്ച് ലോജിക്കായിട്ട് ചിന്തിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം, അല്ലേ? അപ്പൊ 21 ദിവസം എന്നുള്ളതല്ല ഞാൻ പറയുന്നത്. ആണുങ്ങളാണെങ്കിൽ കണ്ടിന്യൂ ചെയ്യാം, സ്ത്രീകളാണെങ്കിൽ ശുദ്ധിയുള്ളപ്പോൾ മാത്രം കത്തിക്കുക. ഇത് രോഗം മാറുന്നത് വരെ മരുന്ന് കഴിക്കുക എന്നുള്ളതാണ്, അല്ലേ? എന്ന് മാറും എന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. അവിടെ ഇതെങ്ങനെ കത്തിക്കുന്നു? സന്ധ്യയ്ക്കാണ് ഇത് കത്തിക്കുന്നത്. കത്തിക്കേണ്ട എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമ്മുടെ വീട്ടിൽ വെക്കുന്ന വിളക്ക് വെക്കുമല്ലോ, അതും ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ആ വിളക്ക് വെച്ചതിന് ശേഷം പൂജാമുറിയിൽ മൺചിരാത് എന്ന് പറയുന്ന സാധനം എടുക്കുക. മൺചിരാത് എന്ന് പറഞ്ഞാൽ നമ്മൾ ദീപാവലി കാർത്തിക വിളക്കിനൊക്കെ കത്തിക്കുന്ന കുഞ്ഞു സാധനം, അതെടുക്കുക. അതെടുത്തതിന് ശേഷം ചിലർ ഉപ്പിൻ്റെ മേലിൽ ഇത് വെച്ചിട്ടാണ് കത്തിക്കുന്നത്. അങ്ങനല്ല, അതുകൊണ്ട് യാതൊരു ബന്ധവുമില്ല. എടുത്ത് 3 എണ്ണം വേണം. 3 എണ്ണം എടുക്കുക. 2 എണ്ണം കിഴക്കോട്ട്, നടുവിൽ ഒരെണ്ണം വയ്ക്കണം പടിഞ്ഞാറോട്ട്. 2 എണ്ണം കിഴക്കോട്ടിരിക്കണം, നടുക്കിരിക്കുന്നത് പടിഞ്ഞാറോട്ടിരിക്കണം. ഇനി ഇതിൻ്റെ 3ൻ്റെയും ബാക്ക് സൈഡ് ഉണ്ടല്ലോ, പിൻഭാഗം ഒരുമിച്ച് ഇങ്ങനെ ഇരിക്കണം. അപ്പോൾ ഒരു വൃത്താകൃതിയിൽ വരും, അല്ലേ? 2 എണ്ണം കിഴക്കോട്ട്, ഒരെണ്ണം ബാക്കിലോട്ട് ഇങ്ങനെ ഇരിക്കും. അപ്പോൾ ഇതിൻ്റെ ബാക്ക് ഭാഗം എല്ലാം ഒരുമിച്ച് വരും. തിരികൾ ഇങ്ങോട്ടും ബാക്കിലോട്ടും ഫ്രണ്ടിലോട്ടും വരും. പിടികിട്ടി? ഇതാണ് ഇതിൻ്റെ രൂപം. അതിനുശേഷം തിരിയിടുന്നു. വിളക്ക് കത്തിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. വിളക്ക് കത്തിച്ചിട്ട്, മെയിനായിട്ട് നമ്മൾ കത്തിക്കുന്ന വിളക്ക് കത്തിച്ചിട്ട്, അതിനുശേഷം നമ്മൾ തിരിയിടുന്നു. തിരിയിട്ടിട്ട് അതിനകത്തിലേക്ക് എള്ളെണ്ണ ഒഴിക്കുന്നു. എള്ളെണ്ണ എവിടെ കൃഷി ചെയ്യുന്ന സാധനമാണെന്ന് ഞാൻ പറഞ്ഞു. എള്ളെണ്ണ ഒഴിക്കുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് മുല്ല പ്രദേശമാണെന്ന് പറഞ്ഞത്. അപ്പോൾ എള്ളെണ്ണ ഒഴിക്കുന്നു. എള്ളെണ്ണ ഒഴിച്ച ശേഷം തിരിയിടുന്നു. ശേഷം 3 പ്രധാനമാണ്. 3 കല്ലുപ്പെടുത്ത് ഈ ഓരോന്നിനകത്ത് വിടുന്ന 3 ഈ എണ്ണയ്ക്കകത്താണ് ഇടുന്നത്. എത്രയാ? 3 9 അല്ലേ? അപ്പോൾ 3 എണ്ണം വീതം ഇങ്ങനെ ഇടുന്നു. ഇട്ടതിന് ശേഷം കഴിഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞു വേറൊരു പ്രദേശം കൂടി ഉണ്ട്, മഞ്ഞൾ കൃഷിയുള്ള ഒരു സ്ഥലം കൂടി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു, അല്ലേ? അപ്പോൾ മഞ്ഞൾ കൃഷി ആദ്യം ഉപ്പിട്ട എന്തുകൊണ്ടാണ്? ആദ്യം എണ്ണ ഒഴിച്ചു എന്തുകൊണ്ടാ? ഈ പറയുന്ന എള്ള് കൃഷി. രണ്ടാമതിട്ടത് നെയ്തൽ. എന്തിട്ടു? ഉപ്പ്. അവിടെ എന്താ നിർമ്മാണം? സോൾട്ട് പാൻസ്. ഉപ്പിട്ടു. അടുത്ത എന്താണ്? മഞ്ഞൾപ്പൊടിയോ മഞ്ഞളോ കുഞ്ഞത് മതി, ഇച്ചിരി എടുത്ത് 3 വിടുക. മനസ്സിലായി? 3 മഞ്ഞൾപ്പൊടി ഇടുക. ഇതാണ് ഇതിന്റെ രീതി.
എന്നിട്ടാണ് ഇത് കത്തിക്കുന്നത്. ഇത് കത്തിക്കുന്നത് കൊണ്ട് ഒന്നാമത്തെ കാര്യം, അന്തരീക്ഷത്തിലെ വിഷാംശം കുറയും, അന്തരീക്ഷത്തിൽ ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാവും. നമുക്ക് അറിയാൻ പറ്റും, മാനസികമായിട്ട് ഭയങ്കര സന്തോഷമായിരിക്കും ഇങ്ങനെ കത്തിക്കുമ്പോൾ. നിങ്ങൾക്ക് ആ ഒരു എനർജി അറിയാൻ പറ്റും. നമ്മുടെ ചോർച്ച, അതായത് എവിടെയാണോ ഈ പറയുന്ന ഡ്രെയിൻ ഉണ്ടാകുന്നത് അത് നമുക്ക് മാറിക്കിട്ടും. അത് മാറും. അതായത് നമ്മുടെ കയ്യിലേക്ക് പണം ഓടി വരുമെന്നല്ല, വരുന്ന പൈസ അവിടെ നിൽക്കും. ചോർച്ച ഉണ്ടാവും, ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലേ. നമ്മൾ ചിലരുടെ കൈ നോക്കിയിട്ട് പറയത്തില്ലേ, എനിക്കറിയത്തില്ല നോക്കാൻ, ചോർച്ചയുള്ള കൈയാന്ന് പറയത്തില്ലേ, വെള്ളമൊക്കെ എടുത്ത് ഇങ്ങനെ വെച്ചിട്ട് പറയാം, എല്ലാവരുടെയും കൈ ചോരും. അങ്ങനെ പണ്ട് ഞങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് കൈയുടെ ഇവിടുത്തെ ഈ വര നോക്കിയിട്ട് എത്ര മക്കളുണ്ടാവും എന്ന് പറയാം. ഒരുത്തിന് 25 വരെ ഉണ്ടായിരുന്നു ഇവിടെ. ആ കല്യാണം കഴിച്ചില്ല. അപ്പോൾ എന്ന് പറയുന്നത് പോലെ നമ്മുടെ കയ്യിൽ വരുന്ന പൈസ പോകാതെ ഇരിക്കുക എന്നുള്ളതേ ഉള്ളൂ. പിന്നെ കുറേ പേർക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ നടന്നുണ്ട്. ഇത് കൃത്യമായിട്ട് ചെയ്യണം. 21 ദിവസം ചെയ്തു എന്ന് കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് സാറേ ഞങ്ങൾ 21 ദിവസം ചെയ്തിട്ട് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല ഇങ്ങനെ പറയുന്ന ചില ടീംസ് ഉണ്ട്. ചിലർക്ക് ഇത് മുമ്പേ നടക്കും. ഞാൻ പറയാറുണ്ട് എപ്പോഴും, നമ്മളൊരു കർമ്മം ചെയ്യുമ്പോൾ എന്തും ആത്മാർത്ഥമായിട്ട് ചെയ്യുക എന്നുള്ളതാണ്. ആത്മാർത്ഥമായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ഈ പറഞ്ഞ 21 ദിവസമൊന്നും വേണ്ട. ഏതൊരു കർമ്മത്തിനും അതിനായിട്ടുള്ള പ്രാധാന്യമുണ്ട്. ഇതൊക്കെ പണ്ടുള്ളവർ സൃഷ്ടിച്ചതാണ്. ഇന്നുള്ളവർ അതിൻ്റെ അറ്റവും മുറിയും കേട്ടിട്ട് ഒന്ന് പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഒരു കാര്യം പറയുമ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് സ്റ്റഡി ചെയ്തതിന് ശേഷം പറയാറുള്ളൂ. ആർക്കെങ്കിലുമൊക്കെ ഉപകരിക്കട്ടെ അല്ലേ. മറുകശാസ്ത്രത്തെക്കുറിച്ച് ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ പറഞ്ഞു, മൊത്തം പറഞ്ഞിട്ടില്ല. പലരും അതിനെ ചോദിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ടിനെ പറ്റി ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് വരും ഉറപ്പായിട്ടും. നല്ല കമൻറ്റുകളൊക്കെ കണ്ടായിരുന്നു, ചില അല്ലാത്ത കമൻറ്റ് ഞാൻ കണ്ടായിരുന്നു. ഓരോരുത്തരുടെ മറുകിൻ്റെ കാര്യം സ്വാഭാവികം അങ്ങനെയൊക്കെ വരും കേട്ടോ. അതിന് ചില കാരണങ്ങളൊക്കെ ഉണ്ട്. അത് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ, തുറന്നു പറയാൻ പറ്റത്തില്ല. കുട്ടികളൊക്കെ കാണുന്ന ചാനൽ. അപ്പോൾ അതുകൊണ്ട് ഇതാണ് നമ്മുടെ വിളക്കെന്ന് പറയുന്നത് കേട്ടോ. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വിളക്കല്ലേ, ഞായറാഴ്ച ആയിക്കോട്ടെ, ഏറ്റവും നല്ല കാര്യമല്ലേ. എന്താ സൺഡേ ആരുമായിട്ട് ബന്ധപ്പെട്ടെ? ആദിത്യനുമായിട്ട് ബന്ധപ്പെട്ടെ. വിളക്ക് എപ്പോഴും ആദിത്യനുമായിട്ട് ബന്ധപ്പെട്ടോ, അതേ ഞാൻ പറയും. അപ്പോൾ ഞായറാഴ്ച തന്നെ സ്റ്റാർട്ട് ചെയ്തോളൂ. എല്ലാവരും പല ചൊവ്വയും വെള്ളിയൊക്കെ പറയുന്നത് നിങ്ങളുടെ ഇഷ്ടമാണ്. ഞാൻ പറയുന്നത് ഞായറാഴ്ച, മറ്റുള്ളവർ പറയുന്നത് ഞാനിവിടെ കണക്കിലെടുക്കുന്നില്ല. ഞായറാഴ്ച സ്റ്റാർട്ട് ചെയ്തോളൂ. സർവ മംഗളാനുഭവന്തു എന്ന് പറഞ്ഞുകൊണ്ട് ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്നും കൂടി പറഞ്ഞുകൊണ്ട് രുദ്രധാരയുടെ ഈ ഒരു അധ്യായം ഉപ്പുവിളക്കിനെ കുറിച്ചുള്ള സംശയങ്ങൾ തീർന്നു കാണുമെന്ന് വിശ്വസിക്കുന്നു. ആർത്തവ സമയത്ത് ചെയ്യരുത്, ശുദ്ധി ഉണ്ടായിരിക്കണം, സ്ത്രീക്കാണെങ്കിലും പുരുഷനാണെങ്കിലും. ഇത്രയും കാര്യങ്ങൾ മാത്രമേ ഇതിനകത്തുള്ളൂ. പ്രാർത്ഥന വല്ലതും ഉണ്ടോ സാറേ ഇതിൻ്റെ കൂടെ എന്നൊക്കെ ചോദിക്കും. വേണമെങ്കിൽ ഞാനൊരു 2 എസ്സേ തരാം. അതിൻ്റെ ആവശ്യമൊന്നുമില്ല, കത്തിച്ചാൽ മതി. കത്തിച്ചിട്ട് നമ്മൾ എന്താ മഹാലക്ഷ്മിയെ വിളിച്ചോളൂ. മഹാലക്ഷ്മി അല്ലേ ധനത്തിൻ്റെ അതിദേവത എന്ന് പറയുന്നത്, ദേവി വിളിച്ചോളൂ. പിന്നെ അതുപോലെ നിങ്ങളുടെ നക്ഷത്രം ഏതാണെന്ന് കണക്കാക്കിയിട്ട് നിങ്ങളുടെ നക്ഷത്ര ദേവതയും കൂടെ പ്രാർത്ഥിക്കാൻ നോക്കണം കേട്ടോ. ഒരു പഞ്ചാംഗം മേടിച്ചോ അല്ലെങ്കിൽ ഇത് നോക്കിയാൽ മതി, ആരാണ് നിങ്ങളുടെ നക്ഷത്ര ദേവത. അത് നോക്കിയതിന് ശേഷം ആ ഒരു മന്ത്രം ഒറ്റ വരിയേ ഉണ്ടാവും. ആ ഒറ്റ വരി ഒരു 11 പ്രാവശ്യം ഡെയിലി ഒന്ന് ജപിച്ച് നോക്കുക കേട്ടോ. മാറ്റമുള്ള ഒരുപാട് പേരുണ്ടല്ലോ. അപ്പോൾ ഉപ്പുവിളക്ക് ഇത്രയേ ഉള്ളൂ. ഇനി ഇതിനകത്ത് കൂടുതൽ ഡെക്കറേഷൻ്റെ ആവശ്യമൊന്നുമില്ല. ഇത്രയും കഴിഞ്ഞു, സംഭവം കഴിഞ്ഞു. ഇത് ചെയ്തു നോക്ക് കേട്ടോ. 21 ഡേയ്സ് കഴിഞ്ഞിട്ട് ഇനി നിങ്ങൾക്ക് മുമ്പോട്ട് ഞാൻ പറയുന്നില്ല, മുമ്പോട്ടൊന്നും പോകേണ്ട കാര്യമൊന്നുമില്ല. 21 ദിവസം ചെയ്തു നോക്കുക. എങ്ങനെ ഉണ്ട്, ആത്മാർത്ഥമായിട്ടൊന്നും ചെയ്തു നോക്കുക. മാറ്റം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യുക. ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. നന്ദി, നമസ്കാരം.